കളിക്കാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണല്ലേ കുട്ടികളെ? എന്തെല്ലാം കളികൾ കളിക്കാമല്ലേ? അതെ, പലവിധ കളികൾ കളിക്കാം, കളിച്ച് രസിക്കാം. നമുക്കിന്ന് കണക്ക് കൊണ്ട് കളിച്ചാലോ? കണക്കിൽ ചില രസകരമായ ട്രിക്കുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. കുറച്ച് ട്രിക്കുകൾ ഇന്ന് പരിചയപ്പെടുത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലും ആവാം. നിങ്ങൾ പല നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാറില്ലേ? അപ്പോഴേക്കും അത് ശരിയാണോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾ എന്താ ചെയ്യുക? ഇല്ല, ഒന്നുകൂടെ ഗുണിച്ച് നോക്കും അല്ലേ? അങ്ങനെ മൊത്തം ഒന്നുകൂടെ ഗുണിക്കാതെ തന്നെ ശരിയാണോ എന്നറിയാനുള്ള എളുപ്പ വഴി നമുക്ക് നോക്കാം. ഇതാ, ഞാനൊരു നമ്പറിനെ ഗുണിക്കുന്നു. 27 4 6 3 27463 ഗുണം 362. 2 3s are 6, 2 6 are 12, balance 1, 2 4s are 8 plus 1 9, 2 7s are 14, balance 1, 2 2s are 4, 4 plus 1 5, 6 3s are 18, balance 1, 6 6 are 36 plus 1 37, balance 3, 6 4s are 24 plus 3 27, balance 2, 6 7s are 42 plus 2 44, balance 4, 6 2s are 12, 12 plus 4 16. ഇനി അടുത്തത് 3 3s are 9, ഇവിടെ എഴുതി. 3 6 are 18, balance 1, 3 4s are 12 plus 1 13, balance 1, 3 7s are 21 plus 1 22, balance 2, 3 2s are 6 plus 2 8. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. 6 8 2 10, ബാലൻസ് 1, 10 7 17 9 26, ശിഷ്ടം 2 8 10 7 17 4 21, ബാലൻസ് 2 3 5 4 9 5 14, ബാലൻസ് 1 3 6 9 9. ഇനി ഇത് ശരിയാണോ എന്നറിയാൻ നിങ്ങൾ സാധാരണ എന്താ ചെയ്യുക? ഒന്നുകൂടെ ഗുണിച്ച് നോക്കുമല്ലേ? അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡിജിറ്റിനെ കാണുമ്പോൾ പെട്ടെന്ന് അറിയാതെ അത് തന്നെ അങ്ങ് ചിന്തിച്ചു പോകും. അപ്പം ആ തെറ്റ് ആവർത്തിക്കപ്പെടുകയുള്ളൂ മിക്കവാറും. എപ്പോഴും ഞാൻ പറയുന്നില്ല, അത്രയൊന്നും മെനക്കെടണ്ട. പകരം എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്പറിൽ എല്ലാ ഡിജിറ്റും ആഡ് ചെയ്യുക. അത് 1 ഡിജിറ്റ് ആയില്ലെങ്കിൽ റീ ആഡ് ചെയ്ത് ഒറ്റ ഡിജിറ്റ് ആക്കുക. 2 + 7 9, 9 + 4 13, 13 + 6 19 3 22. 2 ഡിജിറ്റ് വന്നുകൊണ്ട് വീണ്ടും ആഡ് ചെയ്യുന്നു. 2 + 2 4. ഇങ്ങനെ ഒറ്റ ഡിജിറ്റിൽ എത്തിക്കുക. ഇനി ഇത്രയും തന്നെ മെനക്കെടണം എന്നില്ല. ഏതെങ്കിലും ഡിജിറ്റ് 9 ആഡ് ചെയ്യുമ്പോൾ 9 വരുന്നതാണെങ്കിൽ അത് നിങ്ങളെ നെഗ്ലക്ട് ചെയ്യും. 2 + 7 9 കളഞ്ഞു ഞാൻ. 6 + 3 9 കളഞ്ഞു. എന്താ ശേഷിച്ച്? നേരത്തെ 4 തന്നെ എത്തിച്ചേരും. അതുപോലെ ഇവിടെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വിഷമിക്കണ്ട. എല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇങ്ങനെ വരും. 3 + 6 9, 9 + 2 11, 1 + 1 2. അത്രയും മെനക്കെടണ്ട. ഈ 3 + 6 9 ആയതുകൊണ്ട് അതും കളയാം. ഇതാ 2-ലെത്തി. ഇനി നേരെ നിങ്ങൾ ഉത്തരത്തിൽ പോകും. ഇത് 9 ആണ്, ഇത് 9 ആണ്, കളഞ്ഞോളൂ. 4 1 5, 5 6 11, 11 6 17. ഇവരെ റീ ആഡ് ചെയ്യൂ. 7 + 1 8. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച 2 ഡിജിറ്റ് അവരെ ഗുണിക്കുക. 8 കിട്ടി. നമ്മുടെ ഇവിടുത്തെ ഉത്തരവായിട്ട് കിട്ടി, ആ ഉത്തരവായിട്ട് കിട്ടി. രണ്ടും ഒരേപോലെ വന്നെങ്കിൽ നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ശരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ റീ ആഡ് ചെയ്ത് ഒറ്റ ഡിജിറ്റ് ആക്കുക. 9 കൂട്ടിയാൽ 9 കിട്ടുന്നതൊക്കെ കളയുക. നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. രണ്ടാമത്തെ വരിയിലതും കൂട്ടി ഒറ്റ ഡിജിറ്റ് ആക്കുക. അവരെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക.
ഇനി നേരെ ഈ ഇടയ്ക്കുള്ള സ്റ്റെപ്പൊന്നും നോക്കണ്ട, നേരെ ഉത്തരത്തിൽ പോവുക. 9 കൂട്ടിയ 9 കിട്ടുന്നതൊക്കെ കളയുക, ബാക്കി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒറ്റ ഡിജിറ്റ് ആക്കുക. മുൻപ് മൾട്ടിപ്ലൈ ചെയ്തും ഇതും ഒരേ ഡിജിറ്റ് കിട്ടിയാൽ നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ശരിയാണ്. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. എന്ത് സമയം ലാഭിക്കാന്നറിയോ? ഇങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഈസിയാക്കാം. വെരിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഈ ട്രിക്ക് മനസ്സിലായി കാണും, എളുപ്പമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ട്രിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ 25നെ സ്ക്വയർ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന 5 times 5 25 ബാലൻസ് 2. 5 2s are 10 plus 2 12. 2 5s are 25 balance 2. 2 2s are 4. 5 5s are 25 balance 2. 5 2s are 10. 10 plus 2 12. ഇനി 2 5s are 10 balance 1. 2 2s are 4 plus 1 5. ആഡ് ചെയ്തപ്പോൾ 5 2 6 നേടി. ശരിയായ ഉത്തരമാണ്, ശരിയായ രീതിയാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാനുള്ള വഴി പറഞ്ഞു തരാം. 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറാണ് സ്ക്വയർ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അത് മനക്കണക്കായിട്ട് ചെയ്യാം. ഇപ്പൊ ഈ 25നെ സ്ക്വയർ ചെയ്യണം. നിങ്ങൾ എണ്ണ നോക്കാം. ഈ ആദ്യത്തെ ഡിജിറ്റ് ആര്? ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ആദ്യത്തെ ഡിജിറ്റ് ആരാ? 2. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യൂ. 2 + 1 എത്രയാ? 3. ആ 3 കൊണ്ട് 2നെ ഗുണിക്കൂ, 6. ഇനി ചുമ്മാ 25 അങ്ങ് എഴുതിക്കോളൂ. ഇതാ ആ ഉത്തരത്തിൽ നമ്മളെത്തും. ഇനി അപ്പൊ ഇതുപോലെ 35നെ എനിക്ക് സ്കോർ ചെയ്യണം. ഒരുപാടൊന്നും പാടുപെടണ്ട, മനക്കണക്കാട്ട് നിങ്ങൾക്ക് ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കിയാൽ ആദ്യം കണ്ടത് 3. 3ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 4. 3 × 4 12. ഇനി ചുമ്മാ 25 എഴുതി. 35ന്റെ സ്ക്വയർ 1225. അപ്പൊ 45നെ സ്ക്വയർ ചെയ്യണമെങ്കിലോ ഇടത്തുനിന്ന് വലത്തോട്ട് ആദ്യം 4. 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5. 4 + 1 5. 5 × 4 20. ചുമ്മാ ഒരു 25 അങ്ങ് എഴുതും. അപ്പൊ ഇനി 85 സ്ക്വയർ ചെയ്യാനാണെങ്കിലോ 8 + 1 9. 9 × 8 72. ചുമ്മാ ഒരു 25 എഴുതി. ഇതിന് ഒരു എഴുത്ത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതി കാണിച്ചു. ഇനി ഞാൻ എഴുതി കാണിക്കുന്നില്ല, ഞാൻ ചുമ്മാ അങ്ങ് പറയാൻ പോവാ. 95നെ സ്കോർ ചെയ്യണം. ആദ്യത്തെ ഡിജിറ്റ് ഏതാ? 9. 9 + 1 10. 10 × 9 90. 9025 is the answer. 3-4 സെക്കൻഡ് കൊണ്ട് മനക്കണക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ കണക്കിൽ നിങ്ങൾ കളികൾ കളിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് കോൾഡ് മാത്തമാറ്റിക്സ്, ഇറ്റ് ഈസ് കോൾഡ് മാത്തമാജിക്സ്. അങ്ങനെ മാത്തമാജിക്സ് ഒരുപാടുണ്ട്. ഇനി ഞാനിവിടെ 65 എഴുതിയില്ല സ്ക്വയറിന്. 65 നിങ്ങൾക്ക് സ്ക്വയർ ചെയ്യണോ? ആദ്യത്തെ ഡിജിറ്റ് ആരാ? ഞാൻ എഴുതുന്നില്ല. 6. 6 + 1 7. 7 × 6 42. ഒരു 25 എഴുതുന്നു. 4225. ഇങ്ങനെ നിഷ്പ്രയാസം 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറുകളെ സ്ക്വയർ ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്തത് 5ൽ എൻഡ് ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. ഇനി 5ൽ എൻഡ് ചെയ്യുന്ന 3 ഡിജിറ്റ് വരുമ്പോ അപ്പൊ ആദ്യത്തെ 1 ഡിജിറ്റ് അല്ല, ആദ്യത്തെ 2 ഡിജിറ്റ് നോക്കണം. 10. 10 + 1 11. 11 × 10 110. ഇനി ഒരു 25 എഴുതുന്നു. ഉത്തരമായി. എത്രയേ ഉള്ളൂ? ചിലപ്പോൾ 115 വരുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവാം. കാരണം 11ന്റെ അവിടെ 1 കൂട്ടുമ്പോൾ കിട്ടുന്ന 12. അപ്പൊ 11 × 12. 11 2 22. ശിഷ്ടം 2. 11 11 2 13. ഇനി ഒരു 25 എഴുതുന്നു. ഉത്തരവാകും. ഇങ്ങനെ മനക്കണക്കായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എന്താ എളുപ്പമല്ലേ? ഇനി പറയൂ, കണക്ക് പ്രയാസമാണോ എളുപ്പമാണോ? പരീക്ഷയുടെ തലേദിവസം ഒന്നും പഠിക്കേണ്ടാത്ത ഏക വിഷയം കണക്കാ. തലേദിവസം ബുക്ക് തൊടാതെ 100-ൽ 100 മാർക്ക് വാങ്ങിക്കാം. പഠിപ്പിക്കുന്നതിൻ്റെ അന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പാഠപുസ്തകത്തിലെ പ്രിന്റഡ് പാരഗ്രാഫും കൂടെ വായിച്ച്
ആണ് നിങ്ങൾ കണക്കുകൾ ചെയ്യുന്നതെങ്കിൽ എളുപ്പമാവും. പല കുട്ടികൾക്കും കണക്ക് പ്രയാസമാവുന്നതിന് കാരണം നിങ്ങൾ ആ പ്രിന്റഡ് പാരഗ്രാഫുകൾ വായിക്കാത്തതാണ്. ഇനി ഞാൻ 2 2 ഡിജിറ്റ് നമ്പർ എഴുതുകയാണ്. 36, 34. ഈ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ഡിജിറ്റ് സെയിം ആണ്. സെക്കൻഡ് ഡിജിറ്റ് ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഞാൻ ഫസ്റ്റ് സെക്കൻഡും പറയുന്നത്. കണക്കിൽ ആക്ച്വലി ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഇടത്തുനിന്ന് വലത്തോട്ട് കാണുന്ന ആദ്യത്തെ ഡിജിറ്റ് സെയിം ആണ്. വലത്തെ അറ്റത്ത് കാണുന്ന ഡിജിറ്റ് കൂട്ടിയാൽ 10 ആണ്. ഇത് നിങ്ങൾ ഗുണിക്കുമ്പോൾ സാറിന് എന്താ ചെയ്യുന്നത്? 4 × 6 24, ശിഷ്ടം 2, 4 3 12, 2 14, 3 6 18, ശിഷ്ടം 1, 9 1 10, 4 8 4 12, ശിഷ്ടം 1 2 1 12 24. ഇത്രയും മെനക്കെടണോ? വേണ്ട. ഈ നമ്പറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. 2 3 തുടങ്ങി ഇത് രണ്ടും കൂട്ടിയാൽ 10 ആണ്. അത്ര നമ്പറുകൾ ഗുണിക്കാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. ഈ റൈറ്റിലെ 2 ഡിജിറ്റും കൂടെ ഗുണിക്കുക. 6 × 4 24. ഈ 3ൻ്റെ കൂടെ 1 കൂട്ടുക. 3 + 1 4. 4 × 3 12. ജോലി തീർന്നു. അതാ നമ്മുടെ ഉത്തരത്തിലെത്തി. ഇനി ഇതാ 33 × 37 ചെയ്യണം. 7 + 3 10 ആണ്. 3 പൊതുവാണ്. 7 3s are 21. 3 + 1 4. 4 3s are 12. Answer 80. 1 2 2 1. 24 × 26. 6 + 4 10 ആണ്. അതുകൊണ്ട് 6 4 24 എഴുതി. 2 + 1 3. 3 2s are 6. 624. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നോക്കൂ. 21 × 29. 2ൽ തുടങ്ങുന്നു. 9 + 1 10 തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം വന്നത് ഈ 9 × 1 9. ഇവിടെ എല്ലാം നമ്മൾ റൈറ്റിലെ 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ റൈറ്റിലെ ഡിജിറ്റുകൾ ഗുണിച്ചപ്പോൾ 2 ഡിജിറ്റാണ് വന്നത്. ഇവിടെ 1 ഡിജിറ്റേ വന്നുള്ളൂ. അങ്ങനെ 1 ഡിജിറ്റേ വന്നുള്ളെങ്കിൽ ഒരു 0 ചേർക്കുക. ഇനി പഴയതുപോലെ 2ൻ്റെ കൂടെ 1 ചേർക്കുന്നു. 2 + 1 3 and 3 2s are 6. ആൻസറിലെത്തുന്നു. ഇപ്പൊ കുറെ ട്രിക്കുകൾ പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ കൂടുതൽ ട്രിക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു എപ്പിസോഡിൽ ഇതിന്റെ തുടർച്ചയായിട്ട് കൂടുതൽ മാത്തമാറ്റിക്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.